ശബരിമല ശാസ്താവിന്റെ 1 ഗ്രാം സ്വർണം പോലും പോകാൻ താൻ സമ്മതിച്ചിട്ടില്ലെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. ശബരിമല സ്വർണ്ണ കവർച്ച ആരോപണങ്ങളിൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണം. 2019 രേഖകളിൽ ചെമ്പുപാളി എന്ന് തന്നെയായിരുന്നുവെന്നും അത് സ്വർണം പൂശിയിരുന്നതായി അറിയില്ലെന്നും പത്മകുമാർ പറഞ്ഞു. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു മോശപ്പെട്ട കാര്യവും താൻ ചെയ്തിട്ടില്ലെന്നും എ പത്മകുമാർ കൂട്ടിച്ചേർത്തു. ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ആരെയൊക്കെയാണോ ചോദ്യം ചെയ്യേണ്ടത് അവരെയൊക്കെ ചോദ്യം ചെയ്യട്ടെ. ചോദ്യം ചെയ്തിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യം വെളിയിൽ വരണം. എന്തായാലും ഒരു കാര്യം ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കഴഞ്ചു പോലും എന്തെങ്കിലും ഒരു മോശത്തരം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സത്യസന്ധമായി അന്വേഷണം നടത്തി കുറ്റവാളികളായിട്ടുള്ളവരെ ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റേ പീഠത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു മാധ്യമങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആളായിട്ട് കണ്ടത്. ഇപ്പോൾ കാണുന്നത് വിജയമല്യയാണ്, 98ആണ്. ഇനിയും അതെങ്ങനെ മാറി വരും മറിഞ്ഞു വരുമെന്നുള്ളതിനെപ്പറ്റി ഇപ്പോൾ പറയാനാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കണം. ഇത് മാത്രമായിട്ട് അന്വേഷിക്കേണ്ട എന്നുവെച്ചാൽ ഇത് അന്വേഷിക്കേണ്ടെന്നല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിനകത്ത് പെടുത്തണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നാണ് എൻ്റെ ആവശ്യം. ഇത് ചെമ്പ് പാളിയാണ്, ഇത്രയും തൂക്കം വരുന്നത് ചെമ്പ് പാളിയാണ്. അതിന് പ്ലേറ്റ് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പക്ഷേ അത് മാത്രമായിട്ട് വേർതിരിച്ചിട്ടാണ് അത് പറഞ്ഞിട്ട് എന്നെ ആക്രമിച്ചത്. യഥാർത്ഥത്തിൽ ഗോൾഡ് പ്ലേറ്റഡ് ആണല്ലോ, അല്ലാതെ ഈ പറയുന്ന പോലെ കിലോ കണക്കിന് സ്വർണ്ണമൊന്നും അതിലില്ല. അതെന്താ സംഭവിച്ചതെന്നുള്ളതും ഇത് കൊടുത്തയച്ചതും അതല്ലെങ്കിൽ അവിടുത്തെ റെക്കോർഡും പ്രകാരം ചെമ്പ് പാളി എന്നാണ് എഴുതിയിട്ടുള്ളത്. കാരണം ചെമ്പ് പാളി ആയതുകൊണ്ടാണ്. അത് പ്ലേറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. അത് ഉദ്യോഗസ്ഥന്മാർ നോക്കേണ്ട കാര്യമാണ്.